PSC മെമ്പർമാരുടെ എണ്ണത്തിൽ UPSCയെയും മറ്റ് സംസ്ഥാനങ്ങളെയും മറികടന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതായി കേരളം. രണ്ടാം സ്ഥാനത്തുള്ള കർണാടകയിൽ പോലും 16 പേർ മാത്രമുള്ളപ്പോഴാണ് കേരളത്തിൽ 20 PSC അംഗങ്ങൾ. ശമ്പളക്കാര്യത്തിലും UPSCയെ വരെ മറികടക്കുകയാണ് കേരള PSC ചെയർമാനും അംഗങ്ങളും. ജനം ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, PSC മെമ്പർമാരുടെ എണ്ണത്തിൽ UPSCയെയും മറ്റ് സംസ്ഥാനങ്ങളെയും മറികടന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതായി എത്തിയിരിക്കുകയാണ് കേരളം. രണ്ടാം സ്ഥാനത്തുള്ള കർണാടകയിൽ പോലും 16 പേർ മാത്രമുള്ളപ്പോഴാണ് കേരളത്തിൽ 20 PSC അംഗങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. നിഖിൽ, മറ്റെന്തൊക്കെ കാര്യത്തിൽ കേരളം നമ്പർ 1 ആണെന്ന് അറിയില്ല എങ്കിലും PSC മെമ്പേഴ്സിന്റെ കാര്യത്തിൽ കേരളം രാജ്യത്ത് തന്നെ ഒന്നാമതാണ്. അത് സാക്ഷാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ പോലും മറികടന്നുകൊണ്ടാണ് കേരളം ഒന്നാമത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. 20 അംഗങ്ങളാണ് ചെയർമാൻ അടക്കം നിലവിൽ സംസ്ഥാന PSCയിലുള്ളത്. കഴിഞ്ഞ ചെയർമാന്റെ കാലയളവിൽ ഇത് 21 ആയിരുന്നു. ഇപ്പോഴത് 20 പേരുമുണ്ട്. ഇതിൽ 14 അംഗങ്ങളും CPM നോമിനികളാണ്. ബാക്കിയുള്ളവർ ഘടകകക്ഷികളുടെ നോമിനികളായും PSCയിൽ എത്തിയവരാണ്. ഇവർക്കൊക്കെയാണ് അടുത്തിടെ വലിയ രീതിയിലുള്ള ശമ്പള വർധനമൊക്കെ PSC കൊണ്ടുവന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ അംഗങ്ങളുടെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ടിംഗ് ഏജൻസിയായ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ആകെ നിലവിലുള്ളത് 7 അംഗങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴും ഈ കണക്കുകൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കർണാടകയാണ് പിന്നീടുള്ള ഏറ്റവും കൂടുതൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിൽ 20 ആണെങ്കിൽ കർണാടകയിൽ 16 മാത്രമാണ് ഉള്ളത്. അതും കർണാടക അല്പം കൂടി വലിയ സംസ്ഥാനമാണ്, കൂടുതൽ നിയമനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സംസ്ഥാനമാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. പിന്നീട് ഉള്ള കണക്കുകളിലേക്ക് പോകുമ്പോൾ നിലവിൽ ആന്ധ്ര, തമിഴ്നാട്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ 8 PSC അംഗങ്ങൾ, ഗുജറാത്തിൽ 7, ഹരിയാനയിലും തെലങ്കാനയിലും 6, ഉത്തർപ്രദേശും ബീഹാറും അടക്കം 5 സംസ്ഥാനങ്ങളിൽ 5 പേർ മാത്രം. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ അതിലും താഴെയാണ് PSC മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പോലും ഇല്ലാത്തത്രയും ആളുകൾ എന്തിനാണ് സംസ്ഥാന PSCയിൽ ഇത്ര ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് കഴിഞ്ഞ കുറച്ചു കാലത്തെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ PSCയിൽ നടക്കുന്ന നിയമനങ്ങളിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. പല സർക്കാർ സർവീസുകളിലുമുള്ള ഒഴിവുകൾ പോലും സർക്കാർ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യം പോലും സംസ്ഥാനത്ത് നിൽക്കുന്നു. ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലാണെങ്കിൽ 2024 മെയ് മാസത്തിന് ശേഷം ഒറ്റ ഒഴിവുകൾ പോലും സർക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നൊരു നിയമനവും നടന്നിട്ടില്ല. CPO റാങ്ക് ലിസ്റ്റിലെ നിയമനം 3-1 മാത്രമാണ്. മറ്റ് പല റാങ്ക് ലിസ്റ്റുകളിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നിരിക്കെയാണ് ഇത്രയധികം അംഗങ്ങളെ കൊണ്ട് സംസ്ഥാന PSC മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയ നിയമനങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പലപ്പോഴും ഇത് കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇത്രയധികം ആളുകളെ, ഇത്രയധികം അംഗങ്ങളെ ഈ PSCയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതും വലിയ ലക്ഷങ്ങൾ ശമ്പളം നൽകി എന്നുള്ളതാണ്. ഈ ശമ്പളത്തിന്റെ കണക്ക് വരുമ്പോൾ പോലും സാക്ഷാൽ കേന്ദ്ര സർക്കാരിന് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ നാണിച്ച് തല താഴ്ത്തേണ്ടി വരും. കാരണം UPSCക്ക് പോലും, UPSC ചെയർമാന് പോലും കൊടുക്കാത്ത ശമ്പളം കൊടുത്തുകൊണ്ടാണ് സംസ്ഥാന PSCയിൽ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇത്രയധികം ആളുകളെ ഇരുത്തിക്കൊണ്ട് ജനസേവനം സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതിന് കേന്ദ്ര സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യം അത് ശ്രദ്ധേയമാണ്, എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും 7 അംഗങ്ങളുള്ള UPSCയിലെ ചെയർമാന് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് മുഴുവൻ ശമ്പളവും അലവൻസുകളും കൂടെ കൂട്ടിയാലും 3.5 ലക്ഷം മാത്രമാണ്, 3.5 ലക്ഷം മാത്രമാണ്. അംഗങ്ങൾക്കാകട്ടെ 3.25 ലക്ഷവും. എന്നാൽ സംസ്ഥാന PSC ചെയർമാന്റെ ശമ്പളവും അലവൻസുകളും എല്ലാം കൂടെ വരുമ്പോൾ അത് 4 ലക്ഷത്തിന് മുകളിലാകുന്നുണ്ട്. അംഗങ്ങൾക്കും 4 ലക്ഷത്തോളം രൂപ സാലറി ലഭിക്കുന്നുണ്ട്. ഇത്രയധികം ശമ്പളം ലഭിക്കുന്നത് 20 പേർക്കാണ്. അതിൽ 19 പേർക്കും ഈ അംഗങ്ങളായിട്ടുണ്ട്. 20ാമനായിട്ടുള്ള ചെയർമാന്റെ ശമ്പളം കൂടി കൂട്ടുമ്പോൾ വലിയ ബാധ്യത, വലിയ സാമ്പത്തിക ബാധ്യത സംസ്ഥാന PSC മൂലം സർക്കാരിന് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അത്രയ്ക്ക് നിയമനങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതും വലിയ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആ ഘട്ടത്തിലാണ് UPSCയെക്കാളും വലിയ ശമ്പളം കൊടുത്ത് UPSCയെക്കാളും കൂടുതൽ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ് സംസ്ഥാന PSC ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമാകുന്നത്. നിഖിൽ.